ഇതാ കേക്ക് ഐസിങ് ചെയ്യാൻ പോകണം. അപ്പോൾ കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലുള്ള ലെയറാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് നല്ലോണം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ന്യൂസിലിട്ടിട്ട് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫുള്ള് ചെയ്തിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ക്രീം ആക്കി കൊടുക്കുക. ഫില്ലിങ്ങിന് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിലുള്ള ലെയറാണ് സെക്കൻഡ് ലെയർ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ക്രീം ആക്കുക, ഫില്ലിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നൈഫ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് നല്ലോണം അതിലേക്ക് ഇറങ്ങിപ്പോകും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തപ്പോൾ തന്നെ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ആക്കിയിട്ട് ഐസിങ് നൈഫ് വെച്ചിട്ട് ക്രീമിൽ മാത്രം ടച്ച് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഏറ്റവും ലാസ്റ്റിൽ കൊടുക്കുന്ന ലെയർ നമ്മൾ ടിന്നിൽ അടിവശം കട്ട് ചെയ്യുന്ന ലെയറാണ് കേട്ടോ. കട്ട് ചെയ്തത് അടിയേക്കും, കട്ട് ചെയ്യാതെ ക്ലീൻ ആയിട്ടുള്ള ഭാഗം മുകളിലും വരുന്ന രീതിയിലാണ് ഏറ്റവും ടോപ്പിൽ ലെയർ വെച്ച് കൊടുക്കുക. ഇതാ ഞാൻ ഓരോ ലെയേഴ്സും നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്ത പോലെ തന്നെ ലെയേഴ്സ് വെക്കുക. പിന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് വൈറ്റ് ചോക്ലേറ്റ് ഫില്ല് കൊടുക്കുക. പിന്നെ ഓരോ ലെയേഴ്സും അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പ് കൊടുക്കുക, ക്രീം കൊടുക്കുക, ഫില്ലിങ്സിന് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഫുള്ള് ലെയേഴ്സും സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുകയാണ്. ഇതുപോലെ ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് കോട്ടിങ് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് കോട്ടിങ് കൊടുത്ത് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ട് ഫൈനൽ കോട്ടിങ് കൊടുക്കുക കേട്ടോ. ഇത് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചിട്ട് ഫൈനൽ കോട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് ഫൈനൽ കോട്ടിങ് കൊടുക്കാണ്. ക്രീം എടുത്തിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ക്രീം എടുത്തിട്ട് വേണം സൈഡിൽ കൊടുക്കാൻ. എന്നാലേ നമുക്ക് ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ്സ് കുറച്ചാലും പുറത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം കൊടുക്കാം. ഈ സ്പഞ്ച് കാണുന്ന ഭാഗത്തൊക്കെ ക്രീം ഇട്ട് കവർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മുകളിലും വെച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക.
സൈഡിൽ റൊട്ടേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് വെച്ച് കൊടുക്കാം മുകൾ ഭാഗം.